ഏതാണ് നമ്മുടെ KNRCL വർക്ക്? ഹൈ സ്പീഡ് വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ അതാട്ടോ. മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് വർക്കും പെട്ടെന്ന് തീർക്കാന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മുടെ കൂരിയാട് ഈ എലിവേറ്റഡ് ബ്രിഡ്ജിൻ്റെ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ NH66 ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഞാനത് കൂരിയാട് നമ്മുടെ റോഡൊക്കെ കൂടി ഇടിഞ്ഞ് പൊടിഞ്ഞ് വീണ് ഇവിടെ എലിവേറ്റഡ് ബ്രിഡ്ജ് ഇതാ ഫൈനൽ ഘട്ടത്തിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം മൊത്തം കാഴ്ചകളും കാണിച്ചു തരാം, വിശേഷങ്ങളും പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഏതാണ് നമ്മുടെ KNRCL വർക്ക്? ഹൈ സ്പീഡ് വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ അതാട്ടോ. മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് വർക്കും പെട്ടെന്ന് തീർക്കാന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മുടെ കൂരിയാട് ഈ എലിവേറ്റഡ് ബ്രിഡ്ജിൻ്റെ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ ഗേഡർ ഇതാ നമ്മുടെ അണ്ടർപാസുമായിട്ട് ബന്ധിപ്പിച്ച് കഴിഞ്ഞു. ഇതിൻ്റെ മുകളിലൊക്കെ സ്ലാബ് ഡാക്ക് ഷീറ്റ് വെക്കേണ്ട ജോലികൾ ഇങ്ങനെ ഈ ഭാഗത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് ഇതാ 1, 2, 3, 4 സ്പാൻ്റെ സ്ലാബ് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടോ. അവിടെയൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ കമ്പി കെട്ടുന്ന ജോലികൾ, അതിൻ്റെ മുകളിൽ ഈ ഭാഗത്തൊക്കെ കമ്പി കെട്ടുന്ന ജോലികൾ 1, 2, 3 സ്പാൻ്റെ കമ്പി കെട്ടുന്ന ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ കൂടിയൊക്കെ നടക്കൽ ഡേഞ്ചർ. അവിടെ വാഹനങ്ങൾ ചെറിയൊരു ഡിവേഷൻ നടത്തുന്നുണ്ടല്ലോ. അതിൻ്റെ മുകളിൽ എന്തോ ഒരു പണിയുണ്ട് കേട്ടോ. നമ്മുടെ ക്രെയിനിൻ്റെ മുകളിൽ കയറിയിട്ട് എന്തോ ഒരു വർക്ക് അവിടെ നടക്കുന്നുണ്ട്. അവരുടെ സ്വന്തം ക്രെയിനുകൾ, ഇതുപോലുള്ള വലിയ വലിയ ക്രെയിനുകൾ KNRCL ഈ കമ്പനിയുടെ പേര് തന്നെ കാണുന്നത് ചുരുക്കാട്ടോ. നമ്മുടെ KAMSIൻ്റെ വർക്കിലൊക്കെ അവരൊക്കെ വാടകയ്ക്ക് എടുക്കുന്ന ക്രെയിനുകളാണ് കൂടുതലും കാണാൻ കഴിയുന്നത്. KNRCL ബഡ കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഏത് മെഷീനറികളായാലും ഒക്കെ അവരുടെ തന്നെ സ്വന്തം സാധനങ്ങളാട്ടോ. ഇവിടെയാണ് വർക്ക് നടത്തുന്നതുകൊണ്ട് വാഹനങ്ങൾ ആ സൈഡിൽ കൂടി പോയിട്ട് ഇപ്പുറത്തു കൂടി അങ്ങനെ തിരിഞ്ഞു പോവുക. സ്ലാബ് വാർത്തതിന് ശേഷം അവരതിൻ്റെ കമ്പി എന്തൊക്കെ പൊളിച്ചെടുക്കുന്ന സൈഡിലേക്കുള്ള പ്രൊജക്ഷൻ അത് ഡാക്ക് ഷീറ്റ് കൊണ്ട് വാർക്കാനില്ല. അത് കമ്പിയൊക്കെ വെച്ചിട്ട് ഷീറ്റ് വെച്ച് അത് താഴത്തേക്ക് തള്ളിയിടാൻ പോവാണല്ലോ. അതൊക്കെ താഴത്തേക്ക് സ്ഥലവിടേന്ന് പറഞ്ഞിട്ട് വീണു. അങ്ങനെ ആട്ടെ പരിപാടി. അതിൻ്റെ മുകളിലൊക്കെ കൂടി അടിച്ച് താഴ്ത്ത് തള്ളിയിടാം. അത് ഇരുമ്പിൻ്റെ സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിനൊന്നും ഒരു കോട്ടം സംഭവിക്കില്ല. അത് വീണ്ടും അടുത്ത സെക്ഷനിലേക്ക് എടുത്ത് വെക്കും. ഇവിടെയൊക്കെ അത് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ കോൺക്രീറ്റ് ചെയ്യാനുള്ള കേട്ടോ. വാഹനങ്ങൾ പോകുന്നതിനൊന്നും ഇപ്പോൾ ഒരു തടസ്സവും നമ്മുടെ കൂരിയാടില്ല. 2 സർവീസ് റോഡും ഫ്രീ ആയിട്ട് ഉഷാറായിട്ട് വാഹനങ്ങളൊക്കെ പോകുന്നു. ഏതായാലും നമ്മുടെ ടോൾ കൊടുത്ത് പോകുന്ന ആളുകൾ ഇവിടെ എത്തി സർവീസ് റോഡിലൂടെ ഇങ്ങനെ സ്ലോയിൽ പോകുന്ന സമയത്തൊക്കെ അവർ ഏതായാലും ഒന്ന് പ്രാകുന്നുണ്ടാവും കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോളൊക്കെ കൊടുത്ത്, പക്ഷേ ഇവർ ഈ കൂരിയാട് വർക്ക് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ടോൾ തുറന്നാൽ മതിയായിരുന്നു എന്നുള്ള ആ ചിന്തക്ക് എല്ലാവരുടെ മനസ്സിലുണ്ടാകും. അതിൻ്റെ മുകളിൽ നിന്ന് തള്ളിയിട്ട സാധനം കേട്ടോ. ഇനി അടുത്ത സെക്ഷൻ തള്ളിയിടാൻ വേണ്ടിയിട്ട് ക്രെയിനുകൾ ഇങ്ങോട്ടും എല്ലാം നീക്കി കൊടുക്കുന്നു. ഏതായാലും ആ ഡ്രൈവറുടെ ആ ഓപ്പറേറ്ററുടെ കയ്യിലാട്ടോ കാര്യങ്ങളൊക്കെ. അവരതിൻ്റെ തുഞ്ചത്തങ്ങനെ നിൽക്കല്ലേ. ഓപ്പറേറ്റർ എന്തെങ്കിലും ചെയ്താൽ അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകൾ പണിക്കാർക്കുണ്ടാകും. ഇതൊക്കെ വാർത്ത് കഴിഞ്ഞു, പൊളി കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞു. ഇനി ഇതാ കാര്യമായിട്ട് ഇവിടെയൊക്കെ ഹൈറ്റിട്ട് പെയിൻ്റ് അടിക്കേണ്ട ജോലികളാണ് ഈ ഭാഗത്ത്. അതും ഒരു ഭാഗത്ത് നിന്ന് അങ്ങനെ തുടങ്ങി വരാനുള്ള സാധ്യത കൂടുതലാണ്. നായ്ക്കൾ ഇപ്പം തന്നെ ഇവിടെയൊക്കെ സ്ഥാനം പിടിച്ചിട്ടുണ്ടല്ലോ. ഇനി ഇതെന്തിനാ അവിടെ മണ്ണൊക്കെ കൊണ്ടിട്ട് കുറച്ച് പൊക്കാനൊക്കെ ഉണ്ടാവില്ലേ. ഇവിടെ എന്തായാലും നല്ല ഒരു അടിപൊളി എന്തെങ്കിലും പരിപാടി ഇതിൻ്റെ ചോട്ടിൽ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചൊരു ഏരിയ അല്ലേ. അതുകൊണ്ട് തന്നെ നല്ലൊരു മാറ്റം ഇതിൻ്റെ ചോട്ടിൽ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. നല്ലൊരു മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പാർക്ക് പോലെങ്കിലും ഇവരിവിടെ സൃഷ്ടിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. ഇനി ഈ തലക്കലേക്കാണ് ഗാഡർ എടുത്തു വെക്കാനുള്ളത്. അവിടെ എന്തായി കാര്യങ്ങൾ നോക്കാം. ഗാഡർ കൊണ്ടുവരുന്നുണ്ടോ? ഗാഡർ കൊണ്ടുവരുന്ന കാഴ്ചകളൊക്കെ എടുത്തു വെക്കുന്ന കാഴ്ചകൾ ഒരു വീഡിയോ തന്നെ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്.
അത് കാണാൻ ആഗ്രഹമുള്ള ആളുകൾ പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങളിങ്ങനെ തിരഞ്ഞ് കഷ്ടപ്പെടേണ്ട. ആരെങ്കിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലേക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോ ഇങ്ങനെ കാണുന്ന ആളുകൾ വെറും കൂരിയാട്, വെറും ബിൽഡിങ്ങിൻ്റെ ചുവട്ടിൽ, വെറും അതിൻ്റെ ചുവട്ടിൽ അങ്ങനെയൊക്കെ പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ കൺസ്ട്രക്ഷൻ ഏരിയ ആണ് എൻ്റെ വീഡിയോൻ്റെ തീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം അതിൻ്റെ അപ്ഡേറ്റ് മാറുന്നതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ അടുത്ത് വീഡിയോ എടുത്ത് കാണിക്കുന്നതാണ്. അത് കാണാൻ ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ ആളുകളും. നമ്മൾ ഒരു ട്രാവലർ അല്ല, അതുകൊണ്ട് തന്നെ എടുത്ത വീഡിയോ തന്നെ അപ്ഡേഷൻ മാറ്റം സംഭവിക്കുന്നതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓ, വല്ലാത്ത ജാതി ക്രെയിനാട്ടോ അത്. ഇവരുടെ ഹൈ പവർ ക്രെയിനാണിത്, സാനിൻ്റെ. ഇതിൻ്റെ രണ്ട് ഈ വീലും തമ്മിൽ എത്ര മാറ്റമുണ്ട് അറിയോ? ഒരു 16 അടിയോളം വീതിയിലാണ് വിടർന്നിട്ടാണ് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ വളാഞ്ചേരി 100 അടി 10 ലെയർ ബിൽഡിങ്ങിൻ്റെ ഉയരമുള്ള വളാഞ്ചേരി ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് 70-65 ടൺ ഗാഡറുകൾ എടുത്തുവെച്ച സാധനമാണ്. അവരുടെ ഹെവി ക്രെയിനാണിത്. ഒരുപാട് വെയിറ്റ് പൊക്കാൻ പറ്റുന്ന സാധനം കേട്ടോ. ഇതിൻ്റെ കൗണ്ടർ വെയിറ്റ് തന്നെ ഞങ്ങൾ എത്ര ഉള്ളതല്ലേ. ഈ കൗണ്ടർ വെയിറ്റ് വെച്ചുകൊണ്ട് തന്നെ ഈ വാഹനം, ഈ ക്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. സാധാരണ നമ്മുടെ വജ്രത്തിൻ്റെ ക്രെയിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ടയറിന്, റബ്ബറിൻ്റെ ടയറിന് ലോഡ് താങ്ങില്ല. അതുകൊണ്ട് തന്നെ കൗണ്ടർ വെയിറ്റ് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും വാഹനം ചേഞ്ചാക്കി അതിൻ്റെ മുകളിലേക്ക് കൗണ്ടർ വെയിറ്റ് എടുത്ത് വെക്കേണ്ട ഇതാണ് അങ്ങനത്തെ ക്രെയിനുകൾ. ഇതങ്ങനെയല്ല. ഇതിപ്പോൾ എന്തായാലും ഒരു ഇതിൻ്റെ കൗണ്ടർ വെയിറ്റ് ഇപ്പോൾ ഒരു 40 ടണ്ണിലധികം വെയിറ്റ് ഇതിൻ്റെ ബാക്കിലുണ്ടാവും. അത് അവരവിടെ വെച്ചുകൊണ്ട് തന്നെ ഈ ക്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാന്നുള്ളതാണ് ഈ ക്രെയിനിൻ്റെ പ്രത്യേകത കേട്ടോ. ഇതാണ് നമ്മുടെ പൈലിംഗ് മെഷീൻ. പൈലിംഗ് മെഷീൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞു. അവരതിൻ്റെ കേബിളൊക്കെ അയച്ച് മാറ്റുമല്ലോ. കേബിൾ എന്താ ഇതാട്ടോ അതിൻ്റെ കേബിൾ സാധനം. നമ്മുടെ 25 mm കമ്പിയില്ലേ, അതേ വണ്ണത്തിലുള്ള കേബിളാട്ടോ. ഏതാ സാധനം അറിയാം. ഈ കേബിളുകളാണ് നമ്മുടെ അതിൻ്റെ വെയിറ്റൊക്കെ പൊക്കാൻ ഉപയോഗിക്കുന്ന കേബിളുകൾ. ഇനി ഇവിടെയാണ് നമ്മുടെ സ്റ്റീൽ ഗാഡർ എടുത്ത് വെക്കാനുള്ളത്. ഈ ഭാഗത്തൊരു 10 ഗാഡർ വെക്കാണ്ട്, അതുപോലെ 10 സ്റ്റീൽ ഗാഡർ വെക്കാണ്ട് കേട്ടോ. അത് ഏകദേശം 40 മീറ്ററോളം നീളത്തിലുള്ള സ്റ്റീൽ ഗാഡർ. അപ്പോൾ അതിൻ്റെ വർക്ക് അതിൻ്റെ മുകളിൽ നടക്കുന്നുണ്ട് തോന്നുന്നു. നമുക്ക് അവിടെ പോയി നോക്കാം. അവിടെ പോയിട്ട് സ്റ്റീൽ ഗാഡറിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഓക്കെ, വേറെ സെറ്റപ്പ്. ഇവിടെ അടുത്ത മെഷീൻ ഇത് ആ മെഷീൻ്റെ അത്ര പവറില്ല കേട്ടോ. ഇനി ഇവിടെ ഈ ഗാഡർ വെച്ചതിന് ശേഷം ഇവിടെ ഇനി ഇവർ കോൺക്രീറ്റ് ചെയ്യാനുള്ള പരിപാടിയായിരിക്കും കേട്ടോ. ഏതായാലും ഇനി അങ്ങോട്ട് ആറി ബ്ലോക്ക് കെട്ടി ഈ സൈഡ് അവർ സെറ്റാക്കുമെന്ന് തോന്നുന്നില്ല. അത്രയും വെയിറ്റുള്ള വയൽ പ്രദേശം തന്നെ ആയതുകൊണ്ട് തന്നെ അവരേതായാലും നല്ലൊരു കോൺക്രീറ്റ് ചെയ്യാനായിരിക്കും പരിപാടി. പഴയ നമ്മുടെ വാട്ടർ പാസ് അവർ മോൾ ഭാഗം കട്ട് ചെയ്തു ഗാഡർ വെക്കാൻ കണക്കായിട്ട്. ഇനി അത് അവിടെ തന്നെ നിലനിർത്താൻ സാധ്യതയുണ്ട്. നമുക്ക് മുകൾ ഭാഗത്തേക്ക് പോയി നോക്കാം. സ്റ്റീൽ ഗാഡറിൻ്റെ നിർമ്മാണം ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു കേട്ടോ. ഇവിടെ നമ്മളെ ഭായിമാരൊക്കെ അതിൻ്റെ നട്ടും ബോൾട്ടൊക്കെ വെച്ചിട്ട് ജോയിൻ്റ് ആക്കുന്നു. ഓരോ പീസുകളാണ്. സംഭവം മൊത്തത്തിൽ 47 മീറ്റർ നീളം വരുന്നുണ്ട് കേട്ടോ. 47 മീറ്റർ ചിന്തിക്കാൻ കേട്ടോ. അത്രയ്ക്കും സ്ട്രെങ്ത്തായിരിക്കും ഇതിൻ്റെ പവർ. സംഭവം ഇത് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനം കേട്ടോ. ഇത് ഓരോ പീസുകൾ ഇവിടെ എത്തിച്ചിട്ട് ഇവിടുന്ന് പിന്നെ അവർ ജോയിൻറ്റ് ചെയ്ത് ഒരേ നീളത്തിലാക്കി കൊടുക്കുന്ന പരിപാടിയാണ്. സംഭവം റസ്റ്റ് അടിക്കാത്ത സൈസ് ഇരുമ്പാണ്. നമ്മുടെ ഈ നട്ടൊക്കെ റസ്റ്റ് പിടിക്കുന്നതൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്ലാബൊക്കെ വാർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമല്ലല്ലോ. പിന്നെ വെള്ളമൊന്നും അടിയിലേക്ക് വരില്ല. അതുവരെയുള്ള ഒരു പ്രശ്നമുണ്ട്. അതിൻ്റെ മുകൾ ഭാഗം കാണങ്ങൾ നമ്മുടെ സിൽവർ കോട്ടിംഗ് ഒക്കെ അടിച്ചിട്ടുണ്ട്. ഏതായാലും അടിപൊളി. 47 മീറ്ററുള്ള 10 ഗാഡറുകൾ ഇവിടെ ഇവർ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതേപോലുള്ള പീസുകളാട്ടോ കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ജോയിൻറ്റ് ചെയ്യുന്നു. ഇവിടുന്ന് ഇനി ഇതിൻ്റെ മുകളിൽ കൂടി തന്നെ ആയിരിക്കും അവിടേക്ക് കൊണ്ടുപോകലല്ലേ. താഴത്ത് ക്രെയിൻ വെച്ചിട്ട് എന്താ അറിയില്ല, ഇനി ആ സൈഡിൽ കൂടി തന്നെ കൊണ്ടുപോകേണ്ടി വരും. നല്ല പൊക്കി വെക്കാൻ കഴിയുള്ളൂ. ഏതായാലും വർക്കുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഈ ഭാഗം കൂടിയൊക്കെ ഉണ്ട്. നമ്മുടെ 3 വരിപ്പാത പണ്ട് വാഹനങ്ങൾ പോയ ഏരിയ ആയിരുന്നു. അതൊക്കെ കൂടി അവലും കഞ്ഞിയായി. നോക്കിയിട്ട് കാര്യമില്ല.
ഇത്രയും ഹൈ സ്പീഡിൽ ഇതാ വർക്ക് ഫിനിഷിങ്ങിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ നേരത്തെ കണ്ടില്ലേ. ഇതാണ് നമ്മുടെ കുരിയാട് ബ്രിഡ്ജിൻ്റെ വർക്ക് അങ്ങ് ലോങ് ദൂരെ. ഇവിടെയുണ്ട് ഇതാ KNRCലിൻ്റെ സ്വന്തം ക്രെയിൻ ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സ്നേഹിതന്മാരെ നമ്മുടെ കുരിയാടുള്ള വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.